KPCC അധ്യക്ഷ പദവിയിലെ അവകാശവാദത്തിൽ ഉറച്ച് ജോസഫ് വാഴക്കൻ നേതാക്കൾക്ക് ഇരട്ട പദവി എന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് വാഴക്കൻ ന്യൂസ് മലയാളത്തോട്. എംപിമാരായ കൊടിക്കുന്നിൽ സുരേഷിനും ആന്റോ ആന്റണിക്കും സ്ഥാനം ആഗ്രഹിക്കാമെങ്കിലും നിലപാടെടുക്കേണ്ടത് പാർട്ടിയാണ്. ഇവരിൽ ആരെ പ്രസിഡന്റാക്കിയാലും പാർട്ടിക്ക് അവർക്കും ഗുണമുണ്ടാകില്ല എന്നും വാഴക്കൻ തുറന്നടിച്ചു. ഗ്രൂപ്പിന്റെ ഭാഗമായവർക്ക് മാത്രമാണ് കോൺഗ്രസിൽ പരിഗണന ലഭിക്കുന്നതെന്നും പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്നവരെ തഴയുകയാണെന്നും ജോസഫ് വാഴക്കൻ ആരോപിച്ചു. MLAയോ MP ആയിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിൽ മാറി നിൽക്കും. കാരണം പിന്നീട് അവർ ആ സ്ഥാനത്ത് ആ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് നിർവഹിക്കണമെന്നുള്ളതായിരുന്നു, ആ ഒരു രീതിയായിരുന്നു കേരളത്തിൽ. 2016 വരെ അതായിരുന്നു. പക്ഷെ 2016 ശേഷമാണ് അതിൽ മാറ്റമുണ്ടായി. MPയും MLAയും ഒക്കെ ഈ രീതിയിൽ സ്ഥാനത്തേക്ക് വരാനും പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിക്കാനും തുടങ്ങിയിട്ടുള്ളത്. അതിനു മുമ്പ് കേരളത്തിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും അതുപോലെ ആയിരുന്നില്ല കേട്ടോ. പക്ഷെ കേരള സംസ്ഥാനത്ത് ആ ഒരു രീതിയായിരുന്നു, കുറച്ചുകൂടി ഒരു കേഡർ സ്വഭാവത്തിലാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. MP ആവുന്നവർ MLA ആവുന്നവർക്ക് ഒരുപാട് ദൗത്യങ്ങളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ചുമതലകളുമുണ്ട്. അവരത് ഭംഗിയായിട്ട് നിർവഹിക്കണം. ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര രണ്ടിടത്തും അവർക്ക് നീതി പുലർത്താൻ പറ്റില്ല എന്നൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയിരുന്നത്. പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു MP എന്ന് പറഞ്ഞാൽ 7 അസംബ്ലി സെഗ്മെൻറ്റ് കൂടുന്ന ഒരുപാട് ജോലിയുണ്ട് അവർക്ക്. ജനങ്ങളുടെ കാര്യങ്ങളിൽ, വികസന കാര്യങ്ങളിൽ. അപ്പോൾ അതിനിടയ്ക്ക് പാർട്ടിയുടെ കാര്യങ്ങളൊരു പാർട്ട് ടൈം ജോബായി മാറും. അപ്പോൾ ഇത് പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ ഒരു ഫുൾ ടൈമാണ്. അപ്പോൾ ഫുൾ ടൈമായിട്ടുള്ള ആ ഒരു അവരുടെ ആ ദൗത്യത്തിനകത്ത് വെള്ളം കലർത്തുക ഇത് ചെയ്യുന്നത്. ഞാനിത് വ്യക്തികളുടെ കാര്യമല്ല പറഞ്ഞത്, ഞങ്ങൾ പൊതുവായിട്ടുള്ള ഒരു വിഷയം നമ്മൾ സംസാരിച്ചത്. വ്യക്തികളിപ്പോൾ അതൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ടൊന്നും തെറ്റുള്ള കാര്യമല്ല. പക്ഷേ പൊതുവായി പാർട്ടി സ്വീകരിക്കേണ്ട ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതെല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോയാൽ അവർക്കും ബുദ്ധിമുട്ടാണത്. പാർട്ടിക്കും ഗുണം ചെയ്യത്തില്ല, അവർക്കും ഗുണം ചെയ്യത്തില്ല, അവരെ MLAമാരാക്കിയ ജനങ്ങൾക്കും ഗുണം ചെയ്യില്ല, കോൺസ്റ്റിറ്റ്യുവൻസിക്കും ഗുണം ചെയ്യില്ല. നമുക്ക് നമ്മുടെ യോഗ്യതയൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിക്ക് അതിനൊരു സിസ്റ്റമുണ്ട്, അവരാണിത് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം ഞാൻ പോയി ചോദിച്ചു വാങ്ങേണ്ട സ്ഥാനമല്ല എനിക്കിത്. എനിക്ക് സ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് യോഗ്യത ഉണ്ടെന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ വിശ്വാസം. കാരണം എനിക്ക് കേരളത്തിൽ അത്രയും ബന്ധങ്ങളും കാര്യങ്ങളും സംഘടനയിൽ പ്രവർത്തിച്ച പാരമ്പര്യവും എല്ലാം സംഘടന എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ധാരണയുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അതൊക്കെ വിലയിരുത്തേണ്ടതും തീരുമാനമെടുക്കേണ്ടതും പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. മറ്റുള്ള പാർട്ടിയുടെ ലീഡേഴ്സുമായിട്ടും വർക്കേഴ്സുമായിട്ടും മധ്യനിരയിലുള്ള നേതാക്കന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ആരായിരിക്കും ഈ സമയത്ത് കൂടുതൽ സ്യൂട്ടബിൾ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. ശരത് ലാൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് വന്നു. ആ സമയത്ത് KPCCക്ക് ഒരു മുഴുവൻ സമയ അധ്യക്ഷനെ നഷ്ടമായി. പിന്നാലെ നേതാക്കളൊക്കെയും പുതിയൊരു അധ്യക്ഷനെ തേടുകയാണ്. പക്ഷേ ഇതുവരെ ഒരു അധ്യക്ഷനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണിയുടെ പേര് കേൾക്കുന്നു, ബെന്നി ബെഹനാൻ്റെ പേര് കേൾക്കുന്നു, ഷാഫി പറമ്പിലിൻ്റെ പേര് കേൾക്കുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ സജീവ പരിഗണനയിൽ കേൾക്കുന്നു. ഒപ്പം തന്നെ ജോസഫ് വാഴക്കൻ്റെ പേരും പരിഗണനയിലുണ്ട്. ജോസഫ് വാഴക്കനെ സ്പെഷ്യൽ കേസായിട്ട് എടുത്താൽ ഈ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ നേരത്തെ മത്സരിക്കാൻ പരിഗണിച്ചിരുന്നയാളായിരുന്നു. ഏറ്റവും ഒടുവിൽ ആ പേര് വെട്ടിപ്പോകുന്നു. പിന്നീട് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി മെരുങ്ങിയതുപോലും വാഴക്കന് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കാമെന്നുള്ള ഉപാധിക്ക് മേലൊക്കെയാണ് എന്ന തരത്തിൽ വാർത്തകളൊക്കെ വന്നതുമൊക്കെയുമാണ്. ഇപ്പോൾ വാഴക്കൻ തന്നെ തുറന്നു പറയുന്നു തനിക്ക് അയോഗ്യതയില്ല എന്നതിനെക്കുറിച്ച്. ഈ പാർട്ടിക്ക് MPമാരെ ഇനി KPCC അധ്യക്ഷനെ നിയമിക്കുകയാണ് എങ്കിൽ ഒരാൾക്ക് ഒരു പദവിയിലധികം തുടരുന്നത് ഉചിതമല്ല എന്ന കാര്യത്തെക്കുറിച്ച് ജോസഫ് വാഴക്കൻ്റെ ഈ പ്രതികരണത്തെ ഈ ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം ശരത്ത്? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ജോസഫ് വാഴക്കൻ തനിക്ക് KPCC അധ്യക്ഷ സ്ഥാനമാവണമെന്ന ക്ലൈം വെക്കാൻ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിലുള്ളത്. അദ്ദേഹം അത് ഡൽഹിയിലെ ഹൈക്കമാൻഡ് ഭാഗമായ നേതാക്കളെ നേരിട്ട് തന്നെ അറിയിക്കുകയും ചെയ്തു. അതായത് KC വേണുഗോപാൽ, അതേപോലെ തന്നെ ദീപാദാസ് മുൻഷി, അതേപോലെ മല്ലികാർജ്ജുന ഖാർഗെയെ ഇന്ന് കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മറ്റു ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയ പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ വ്യക്തികളൊക്കെ തന്നെ ഇപ്പോൾ ഹൈക്കമാൻഡ് ഭാഗമായ
മുതിർന്ന നേതാക്കളൊക്കെ തന്നെ വാഴക്കൻ കഴിഞ്ഞ 2 ദിവസമായി കേരള ഹൗസിൽ ഡൽഹിയിൽ തമ്പടിച്ചുകൊണ്ട് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പിന്നെ ഈ തൻ്റെ അവകാശവാദം മുന്നിൽ വെച്ചിട്ടുണ്ട്. താൻ യോഗ്യനാണ്, തനിക്ക് 1995 മുതൽ താൻ പൂർണ്ണ രൂപത്തിൽ KPCCയുടെ ഭാരവാഹിയാണ്, കഴിഞ്ഞ 50 വർഷമായി പാർട്ടി പ്രവർത്തന പരിചയമുണ്ട്, അതുമാത്രമല്ല MLA സ്ഥാനം നിഷേധിച്ചിട്ടും ഒരക്ഷരം മിണ്ടാതെ താൻ പാർട്ടിക്ക് വേണ്ടി ഇപ്പം താരപ്രചാരകനായി തന്നെ രംഗത്തിറങ്ങി തുടങ്ങിയ മുഴുവൻ തൻ്റെ ഭാഗം ന്യായീകരിക്കുന്ന മുഴുവൻ വിശദീകരണങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, വാഴക്കനാണ് കഴിഞ്ഞ KPCC കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാഴക്കനാണ് MLA-മാരായി നിയമസഭ മത്സരിക്കേണ്ട എന്ന പ്രമേയം KPCCയിൽ അവതരിപ്പിക്കുകയും KPCC തെരഞ്ഞെടുപ്പ് സമിതിയിൽ അത് അംഗീകാരം നേടുകയും ചെയ്തത് വൻ വിവാദങ്ങൾക്ക് പിന്നീട് കാരണമായി എന്ന് നമുക്ക് ഇപ്പോൾ ഓർമ്മിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ വാഴക്കൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് എംപിമാരെ KPCC അധ്യക്ഷരാക്കരുത്. അവരെ സംബന്ധിച്ചോളം ജോലിയുണ്ട്. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇവർക്ക് അവരെ ജനങ്ങളോടുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയ KPCC അധ്യക്ഷനായി ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. കേരളത്തിന് വേണ്ടത് ഫുൾ ടൈം KPCC അധ്യക്ഷനാണ്. ആ കാര്യം ഹൈക്കമാൻഡ് പരിഗണിക്കണമെന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അത് അദ്ദേഹം ന്യൂസ് മലയാളത്തോട് തുറന്നു പറയുകയും ചെയ്തു. കാരണം അദ്ദേഹം പറയുന്നതിൽ കാരണമുണ്ട്. അദ്ദേഹം MLA ആയപ്പോൾ KPCC ഭാരവാഹിത്വം രാജിവെച്ചിരുന്നു എന്നതും കൂടി ചൂണ്ടിക്കാണിക്കൊണ്ടാണ് ഈ ക്ലെയിം, ഈ അവകാശവാദവും തൻ്റെ ഈ ആവശ്യവും ഒരുമിച്ച് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം ലക്ഷ്യമിടുന്നത് കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പൻ, ഇവർ 4 പേരും MPമാരാണ്. ഇവരെ സംബന്ധിച്ചോളം ഇവർ MPമാർ എന്ന നിലയിൽ ചുമതല വഹിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് KPCC അധ്യക്ഷൻ ഫുൾ ടൈം KPCC അധ്യക്ഷനായി പാർട്ടിയോട് നീതി പുലർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഹൈക്കമാൻഡിന് മുമ്പിൽ മുന്നോട്ട് വെച്ചത്. അതുതന്നെയാണ് അദ്ദേഹം ന്യൂസ് മലയാളത്തോടും വ്യക്തമാക്കിയത്. താൻ MLA സ്ഥാനം ലഭിക്കാത്തതുകൊണ്ട് ത്യാഗത്തിൻ്റെ പേരിലൊന്നും തനിക്കൊന്നും വേണ്ട, തനിക്ക് വേണ്ടത് തൻ്റെ 50 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ. താൻ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ട്, ഇപ്പോൾ ഗ്രൂപ്പില്ല. ആ ഗ്രൂപ്പിൽ നിന്ന ഭാഗമായപ്പോഴും തന്നെ താൻ മറ്റു പലരെയും കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്, തൻ്റെ സഹായം കൊണ്ട് മറ്റു പലരും ഉയർന്ന സ്ഥിതിയിലെത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായി മറ്റൊരു ഹൈക്കമാൻഡിനോട് പറഞ്ഞത്, കേരളത്തിൽ പാർട്ടി ജയിച്ചത് വ്യക്തിയെ കൊണ്ടല്ല, കോൺഗ്രസിനും ചിഹ്നത്തിനും ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് എന്നുകൂടി അദ്ദേഹം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ശ്രീലക്ഷ്മി. ഓക്കെ, ശരി ശരത്ത്, ശരി.